നമുക്കറിയാം, അദ്ദേഹത്തെ രാജ്യസഭാ അംഗമാക്കി പ്രഖ്യാപനം ചെയ്തപ്പോൾ നമ്മുടെ കേരളത്തിലെ ചില സുഹൃത്തുക്കൾ, കേരളത്തിൽ അങ്ങനെയും ചില ജന്മങ്ങളുണ്ടല്ലോ, അവർക്ക് എല്ലാറ്റിനും ദോഷം മാത്രമേ അവർക്ക് കാണാനുള്ളൂ. അങ്ങനെയാണ് അവർ കാണുന്നത് മാത്രമാണ് ശരി എന്നുള്ളതാണ് അവരുടെ ധാരണ. അപ്പൊ മാഷിന്റെ യോഗ്യതയെ കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു MP ആക്കിയപ്പോൾ. ഏത് യോഗ്യതയാണ് വേണ്ടത് ആ സ്ഥാനത്തേക്ക്? കൃത്യമായി ഭരണഘടന നിശ്ചയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ, സാമൂഹ്യ, സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തന നൈപുണ്യം പ്രകടിപ്പിച്ച ആൾക്കാർ, പിന്നെ വേറെ ചില മേഖലയിലും, ചരിത്രത്തിന്റെ മേഖലയിലും ഒക്കെ. മാഷ് 3 പതിറ്റാണ്ട് കാലം അധ്യാപന വൃത്തിയിൽ ഏർപ്പെട്ട ആളാണ്. അതിനപ്പുറത്തേക്ക് കടന്നിട്ട് അദ്ദേഹം കേരളത്തിൽ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്, പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിത്വമാണ്. അദ്ദേഹം തിരഞ്ഞെടുത്ത സംഘടന ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഘടനയാവാം, പക്ഷെ അതിലാണ് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. പത്രപ്രവർത്തനത്തിന്റെ മേഖലയിലും അദ്ദേഹം കൈവച്ചു കഴിഞ്ഞു. ജന്മഭൂമിയുടെ സബ് എഡിറ്ററായി, പരിചയപ്പെടുത്തുമ്പോൾ എല്ലാം പറയാൻ സാധിക്കില്ല, അതുകൊണ്ട് വിട്ടുപോയതാണ്. അധ്യാപക വാർത്തയുടെ മുഖ്യ പത്രാധിപരായിരുന്നു. അതിനെല്ലാം അപ്പുറം അധ്യാപക സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. നല്ലൊരു എഴുത്തുകാരനാണ്. ഇങ്ങനെ സാംസ്കാരിക സാഹിത്യ മേഖലയിലൊക്കെ പ്രവർത്തിച്ചതിനോട് കിട്ടിയ അംഗീകാരമാണ്. കേവലം ഇങ്ങനെ ഒരു അപകടം പെട്ടതുകൊണ്ട് മാത്രം MP ആക്കി എന്ന് പറയുന്നതും തെറ്റായൊരു അപൂർണമായ പ്രഖ്യാപനം. പൂർണ്ണമല്ല. പൂർണ്ണമാകുന്നത് എപ്പോഴാണ്? അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിൽ അദ്ദേഹം തെളിയിച്ച അദ്ദേഹത്തിന്റെ ആ നൈപുണ്യം, അതിനോട് കിട്ടിയ അംഗീകാരം.